ഞാനിപ്പോൾ ഉള്ളത് കേരള സർവകലാശാലയുടെ കീഴിൽ കാര്യവട്ടത്ത് പ്രവർത്തിച്ചു വരുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ആർക്കിയോളജിയുടെ ക്യാമ്പസിലാണ്. ഞാനിത് രണ്ടാമത്തെ തവണയാണ് ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി വരുന്നത്. ആദ്യത്തെ തവണ ഇവിടെ വരുമ്പോൾ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ചും അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഇവിടുത്തെ പഠന രീതികളെക്കുറിച്ചും ഇവിടുത്തെ ഫെസിലിറ്റീസിനെ കുറിച്ചും ഒക്കെ വളരെ വിശദമായ ഒരു പ്രോഗ്രാം ചെയ്തിരുന്നു. അത് ഞാൻ ഏകദേശം ഒരു വർഷം മുൻപേ അത് അപ്ലോഡ് ചെയ്തിരുന്നു. അക്കാലത്തെ ഒരുപാട് ജനങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടതായി എനിക്കറിയാൻ സാധിച്ചു. ഇന്ന് ഞാനിവിടെ എത്തിയിട്ടുള്ളത് ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് നമുക്ക് പറയാവുന്ന ആർക്കിയോളജി മ്യൂസിയത്തെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുക എന്ന ഉദ്ദേശമാണ് എനിക്കുള്ളത്. ഇന്നത്തെ എപ്പിസോഡ് ആർക്കിയോളജി മ്യൂസിയത്തെക്കുറിച്ചാണ്. നമുക്കാദ്യം ആർക്കിയോളജി മ്യൂസിയത്തിൻ്റെ കുറച്ച് വിഷ്വൽസ് കാണാം. ഈ ഒരു ആർക്കിയോളജി മ്യൂസിയത്തെ വളരെ വിശദമായി നമുക്ക് പരിചയപ്പെടുത്താൻ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് ഡോക്ടർ അഭയൻ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. കേരള യൂണിവേഴ്സിറ്റിയുടെ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് നടത്തിയിട്ടുള്ള എക്സ്കവേഷൻസിൽ നിന്നും എക്സ്പ്ലോറേഷൻസിൽ നിന്നും കളക്ട് ചെയ്തിട്ടുള്ള ആർട്ടിഫാക്ട്സ് ആണ്, അല്ലെങ്കിൽ ആർക്കിയോളജിക്കൽ റിമെയിൻസ് ആണ് ഈ മ്യൂസിയത്തിൽ ഹൗസ് ചെയ്തിരിക്കുന്നത്. ഈ മ്യൂസിയത്തിനകത്ത് വെച്ചിരിക്കുന്ന ആർട്ടിഫാക്ട്സിൽ നമ്മുടെ കളക്ഷനിൽ ഉള്ളത് കൂടാതെ പല വിദ്യാർത്ഥികളും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള കളക്ഷൻസും കൂടിയുണ്ട്. അതുപോലെ നമ്മളിതിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു ക്രൊണോളജിക്കൽ ഓർഡറിലാണ്. ഏകദേശം 3,50,000 വർഷങ്ങൾക്ക് മുന്നേ ഉപയോഗത്തിലുണ്ടായിരുന്ന കല്ലിലുണ്ടാക്കിയിട്ടുള്ള ആയുധങ്ങൾ മുതൽ പിന്നീട് വികസിച്ച് വരുന്ന കാലഘട്ടങ്ങളനുസരിച്ച്, പ്രത്യേകിച്ചും ഹാരപ്പൻ കാലഘട്ടം, അതിനെ തുടർന്ന് വരുന്ന അയൺ ഏജ് കാലഘട്ടം, പിന്നെ വരുന്ന ഏർലി മിഡീവൽ, മോഡേൺ പീരീഡ്, അങ്ങനെ ഒരു ക്രൊണോളജിക്കൽ ഓർഡറിലാണ് ഇവിടെ മെറ്റീരിയൽസ് ഡിസ്പ്ലേയിൽ വെച്ചിട്ടുള്ളത്. ഈ ആർക്കിയോളജി മ്യൂസിയത്തിൽ എനിക്ക് ഏറ്റവും അപ്പീലിംഗ് ആയിട്ട് തോന്നിയത് ഏകദേശം 5000 വർഷം പഴക്കമുള്ള ഈ ഒരു സ്കെലറ്റനാണ്. ഇതിൻ്റെ പിന്നിൽ ചില കഥകളുണ്ട്. അതിനെക്കുറിച്ചാവും അഭയൻ സാർ പറയുക. നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഗുജറാത്തിൽ നടത്തിയിട്ടുള്ള എക്സ്കവേഷനിൽ നിന്ന്, പ്രത്യേകിച്ചും ഏർലി ഹാരപ്പൻ പീരീഡിലുള്ള ഒരു ബറിയൽ സൈറ്റ്, ജുനഖട്ടി എന്ന പേരിലുള്ള ഒരു ബറിയൽ സൈറ്റിൻ്റെ എക്സ്കവേഷനിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു മുഴുവൻ മനുഷ്യൻ്റെ സ്കെലറ്റനാണ് ഈ കാണുന്നത്. അതിൻ്റെ കാലിൽ ഭാഗത്തായിട്ട് 3 പോട്രി വെച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ഉള്ള ഒരുപാട് ബറിയൽസ് നമ്മൾ അവിടെ നിന്ന് എക്സ്കവേറ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 200 അടുപ്പിച്ച് ബറിയൽസ് നമ്മൾ ആ സൈറ്റിൽ നിന്ന് 2019 മുതൽ 2022 വരെയുള്ള 3 സീസണുകളിലായിട്ട് നമ്മൾ എക്സ്കവേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കൊള്ളാലോ എന്ന് എനിക്ക് തോന്നിയ മറ്റൊരു സംഭവമാണ് ഈ ഒരു ഭരണി. ആദ്യം ഞാൻ വിചാരിച്ചു ഇത് പ്രാചീന കാലത്തെ ജനങ്ങൾ അച്ചാറോ വീഞ്ഞോ ഒക്കെ ഉണ്ടാക്കി വയ്ക്കുന്ന സാധനമാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നീടാണ് എനിക്ക് അറിയാൻ സാധിച്ചത് അതൊന്നുമല്ല, മറ്റു പലതുമാണ്. അത് എനിക്ക് മനസ്സിലായി. ഇനി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. കേരളത്തിൽ തന്നെ പാലക്കാട് ജില്ലയിലുള്ള നന്നങ്ങാടിക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് നമ്മൾ എക്സ്കവേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഒരു ഏൺ ബറിയലാണ് ഈ കാണുന്നത്. നന്നങ്ങാടി എന്ന് മലയാളത്തിൽ പറയുന്ന ഏൺ ബറിയലാണ്. ഇത് കേരളത്തിലെ മഹാശിലായുഗ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ശവസംസ്കാര രീതികളുമായിട്ട് ബന്ധപ്പെട്ട് കാണുന്ന ഒരു ബറിയൽ ജാറാണിത്. ഇതിനുള്ളിൽ സാധാരണയായിട്ട് മുഴുവൻ അസ്ഥികൂടം വയ്ക്കാറില്ല. അസ്ഥികളുടെ കഷണങ്ങളാണ് മരിച്ചയാൾ ഉപയോഗിച്ചിരുന്നിരിക്കാൻ സാധ്യതയുള്ള ചെറിയ മൺപാത്രങ്ങളും അതുപോലെ ഇരുമ്പായുധങ്ങളോടൊപ്പം ഇതിനകത്തായിട്ട് ബറി ചെയ്ത് കാണുന്നു. ഇവിടെ സന്ദർശിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഇവിടെ കൂടുതലുള്ളത് ഗുജറാത്തിൽ നിന്നുള്ള ചില സംഭവങ്ങളാണ്. അപ്പോൾ എനിക്കുണ്ടാകുന്ന സംശയം ഇതാണ്, എന്തുകൊണ്ടാണ് ഗുജറാത്തിലെ സംഭവങ്ങൾ കൂടുതലായിട്ട് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്? നമ്മുടെ മ്യൂസിയത്തിൽ കേരളത്തിലുള്ള വസ്തുക്കളെ കൂടാതെ ഗുജറാത്തിലുള്ള ഒരുപാട് വസ്തുക്കൾ പ്രദർശനത്തിനായിട്ടുണ്ട്.
ഇത് പ്രധാനമായിട്ടും സംഭവിക്കുന്നത് നമ്മുടെ ഗുജറാത്തിലുള്ള പ്രോജക്റ്റ് വർക്കുകളുടെ ഭാഗമായിട്ടാണ് ഇത്തരം വസ്തുക്കൾ ഇവിടെ എത്തുന്നത്. അത് പ്രത്യേകിച്ചും ഹാരപ്പൻ കാലഘട്ടത്തെ പ്രതിദാനം ചെയ്യുന്ന സൈറ്റുകളിലുള്ള നമ്മുടെ റിസർച്ച് വർക്കിൻ്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം ഇവിടെ എത്തിയിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം, ഹാരപ്പൻ സിവിലൈസേഷൻ ഉണ്ടായിരുന്നത് ഗുജറാത്ത്, രാജസ്ഥാൻ, പഞ്ചാബ്, ഹരിയാന തുടങ്ങിയ സ്ഥലങ്ങളിലാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നും ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് ഗുജറാത്താണ്. പോരാത്തതിന് നമ്മുടെ റിസർച്ചിലുള്ള സ്പെഷ്യലൈസേഷൻ എല്ലാം ഗുജറാത്തിലെ ഹാരപ്പൻ സിവിലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. നമ്മുടെ യൂണിവേഴ്സിറ്റിയും ഇത്തരം റിസർച്ചിനുള്ള സപ്പോർട്ടും നമുക്ക് നൽകുന്നുണ്ട്. ഇനി നമുക്ക് പുരാതന കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചില പണി ആയുധങ്ങളെ പരിചയപ്പെടാം. ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ശിലായുഗ കാലഘട്ടത്തിൽ മനുഷ്യൻ ഉപയോഗിച്ചിരുന്ന പല വിധത്തിലുള്ള കല്ലുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ടൂൾസുകളാണ്. ഇത് തന്നെ പാലിയോലിത്തിക്, നിയോലിത്തിക്, മെസോലിത്തിക് എന്ന വിവിധ കാലഘട്ടങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ തരംതിരിച്ച് ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ആഭരണങ്ങളുടെ ഒരു സെക്ഷനാണ്. പുരാതന കാലത്തെ പുരുഷന്മാരും സ്ത്രീകളും മറ്റും ഉപയോഗിച്ചിരുന്ന ചില ആഭരണങ്ങളുടെ രൂപങ്ങളാണ് നമ്മൾ ഇനി കാണുക. നമുക്ക് മനസ്സുകൊണ്ടെങ്കിലും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. പുരാതന കാലത്തെ ഫാഷൻ ആധുനിക കാലത്തെ ഫാഷനിൽ നിന്ന് എത്തരത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നതാണ്. സിന്ധു നദിയോട സംസ്കാരത്തിൻ്റെ ഭാഗത്ത് അവർ ഓർണമെന്റ്സിന് വേണ്ടി ഉപയോഗിച്ചിരുന്നത് പ്രധാനമായിട്ടും 3 വസ്തുക്കളായിരുന്നു. അതിലൊന്ന് സ്റ്റോൺ ആണ്, അതുപോലെ തന്നെ ഷെല്ല് വരുന്നുണ്ട്, അതുപോലെ തന്നെ ടെറാക്കോട്ട വരുന്നുണ്ട്. നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് പലതരത്തിലുള്ള ബീഡ്സുകളാണ്, അതായത് സ്റ്റോൺ ബീഡ്സുകളാണ്. അത് പോളിഷ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ബീഡ് പോളിഷറുണ്ട്. അതുപോലെ തന്നെ ഷെല്ലിലുള്ള ബീഡ്സ് വരുന്നുണ്ട്, അതുപോലെ ടെറാക്കോട്ട ബീഡ്സ് വരുന്നുണ്ട്. ഇവിടെ കാണുന്നത് നമുക്ക് ടെറാക്കോട്ട ബാംഗിൾസ്, അതുപോലെ തന്നെ ഷെൽ ബാംഗിൾസിൻ്റെ പൊട്ടിയ ഫ്രാഗ്മെൻസുകളാണ്. അതുപോലെ തന്നെ സ്റ്റോൺ വെയ്റ്റ്സ് കാണുന്നുണ്ട്. പിന്നെ വരുന്നത് ഷെല്ലിലുള്ള പലതരത്തിലുള്ള ഒബ്ജക്റ്റുകളാണ്. അതിൻ്റെ അകത്ത് പ്രധാനമായിട്ട് പറയാനായിട്ടുള്ളത് ഷെല്ലിൽ ഇൻസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഒരു സീല് വരുന്നുണ്ട്. പിന്നെ ഷെല്ലിലുള്ള ബട്ടൺസ് വരുന്നുണ്ട്, ഹെയർ ബാൻഡ്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ജിയോമെട്രിക്കൽ പാറ്റേൺസ് വരുന്ന ഇൻലേസ് ഷെല്ലിൽ കാണപ്പെടുന്നുണ്ട്. ഇത് നമ്മുടെ ഹാരപ്പൻ സൈറ്റ് ആയിട്ടുള്ള ജുനാഘാട്ടിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഷെൽ ബാംഗിൾസ് ആണ്. അപ്പോൾ ഇത് നമുക്ക് ഷെൽ ബാംഗിൾസ് ഫുള്ള് കിട്ടിയിട്ടുള്ളത് ബറിയൽ അലൈൻമെൻറ്റിൻ്റെ അകത്ത് നിന്നിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ളൊരു പ്രൊഡക്ഷൻസാണ് ഇപ്പുറത്തെ ബോക്സിനകത്ത് പറയുന്നത്. ഈ കാണുന്ന നമ്മുടെ ഷെൽ ബാംഗിൾസിൻ്റെ മാനുഫാക്ചറിങ് സ്റ്റേജാണ് പറയുന്നത്. ഇത് ടർബിനില്ല പൈറം എന്ന് പറഞ്ഞൊരു ഷെല്ലിൻ്റെ പോർഷൻസ് ആണ് ഇത് കാണുന്നത്. ഇതിൻ്റെ സെൻട്രൽ പോർഷൻ കട്ട് ചെയ്തിട്ടാണ് ഈ കാണുന്ന ഇത്തരത്തിൽ കാണുന്നുള്ള ഷെൽ ബാംഗിൾസ് ഉണ്ടാക്കുന്നത്. ഇത്തരം ആർക്കിയോളജിക്കൽ സ്റ്റഡിയുമായി ബന്ധപ്പെട്ട് ഏൻഷ്യൻ പീരീഡിൽ അവർ ഉപയോഗിച്ചിരുന്ന സ്റ്റോൺ ഓർണമെൻറ്റ്സും മറ്റും അവരുപയോഗിച്ച അതേ ടെക്നിക്കും മെത്തേഡും ഉപയോഗിച്ച് റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ പല സ്റ്റേജസ് ആണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഇവിടെ മൺപാത്രങ്ങളുടെ വലിയൊരു കളക്ഷൻ തന്നെയുണ്ട്. ഈ മൺപാത്രങ്ങൾക്ക് ചില സിഗ്നിഫിക്കൻസ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. എന്താണെന്ന് നോക്കാം. Here at the Department Museum, we have a great collection of burial pottery excavated from the early Harappan burial site of Junakhatia. The display represents different types of vessels. The bigger vessels include pot, vase, beakers, and the smaller vessels include bowls, cups, dish, and lids. This display also represents smaller vessels, including smaller beakers, cups, and small bowls. ഇത് ലഷ്കർ ഷാ എന്ന് പറയുന്ന ഗുജറാത്തിലെ ഒരു മെഡീവൽ സൈറ്റിൽ നിന്നും കിട്ടിയിട്ടുള്ള ഗ്ലേസ് പോട്ടറുകളാണ്. ഈ സൈറ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡീവൽ പീരീഡിൽ ഗ്ലേസ് പ്രൊഡക്ഷൻ നടത്തിയിരുന്ന ഒരു മെഡീവൽ സൈറ്റ് ആയിരുന്നു ഇത്. അപ്പോൾ അതിന്റെ എവിഡൻസ് ആണ് കാണുന്ന ഗ്ലേസ് പോട്ടറുകളും അൺഗ്ലേസ്ഡ് പോട്ടറുകളും അതേപോലെ ഈ സെറ്റേഴ്സും. ഡിജിറ്റൽ കറൻസിയുടെയും ബിറ്റ് കോയിൻ്റെയും ഒക്കെ കാലഘട്ടത്തിലാണല്ലോ നമ്മളൊക്കെ ഇന്ന് ജീവിക്കുന്നത്. ഇവിടെ വരുമ്പോൾ എനിക്ക് മെഡീവൽ പീരിയഡ്സിലെ ചില കോയിൻസ് കാണാൻ സാധിച്ചു. നമുക്കതിനെ ഒന്ന് മനസ്സിലാക്കാം. 9-ാം നൂറ്റാണ്ട് മുതൽ ഏകദേശം 16-ാം നൂറ്റാണ്ട് വരെ കേരളത്തിൽ സജീവമായ ചൈനീസ് സാന്നിധ്യം ഉണ്ടായിരുന്നു. അവർ വ്യാപാരത്തിനാണ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോഴത്തേക്ക് കൊല്ലത്തെ തങ്കശ്ശേരി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് നമ്മൾ നടത്തിയ എക്സ്പ്ലോറേഷനിൽ നിന്നായിട്ട് ഒരുപാട് ചൈനീസ് കോയിൻസ് കിട്ടിയിട്ടുണ്ട്. അവിടെ നിന്ന് ചൈനീസ് മൺപാത്രങ്ങൾ, മറ്റ് ചൈനീസ് ആർട്ടിഫാക്ട്സും ഇതിൻ്റെ കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചൈനയുമായിട്ടുള്ള നമ്മുടെ വ്യാപാര ബന്ധത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. പല വസ്തുക്കളുടെയും സമീപം അത് നിർമ്മിച്ച വർഷം എഴുതി വെച്ചിട്ടുണ്ട്. ചിലതിൻ്റെ അകത്ത് 2100 BC, ചിലതിൻ്റെ അകത്ത് 1200 BC, ചിലതിൻ്റെ അകത്ത് 2500 BC. അപ്പോൾ എനിക്കുണ്ടാകുന്ന സംശയം ഇതാണ്, എങ്ങനെയാണ് കറക്റ്റായിട്ട് നിർമ്മിച്ച വർഷം കണ്ടെത്തുന്നത്? ഇത് ചുമ്മാ അങ്ങ് ഊഹിക്കുകയാണോ? ഇവിടെ വച്ചിരിക്കുന്ന പല വസ്തുക്കളുടെയും കാലഗണന നിർണ്ണയിച്ചിരിക്കുന്നത് റേഡിയോ കാർബൺ ഡേറ്റിംഗ് വഴിയാണ്. അതുകൂടാതെ ചില വസ്തുക്കളെ നമുക്ക് അതിൻ്റെ ഷേപ്പ് നോക്കിയിട്ട് അതിൻ്റെ ചില മോർഫോളജിക്കൽ ഫീച്ചേഴ്സ് നോക്കിയിട്ട് ഒരു പ്രത്യേക പീരീഡിലേക്ക് നമുക്ക് അസൈൻ ചെയ്യാനും സാധിക്കാറുണ്ട്. ഈ 2 രീതിയിലാണ് ഇവിടെ കാലഗണന ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്.
നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്ന് ഖനനം ചെയ്തെടുത്ത ഒരുപാട് സാധനങ്ങളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് കണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം. കേരള യൂണിവേഴ്സിറ്റി കേരളത്തിൽ നടത്തിയ ഒരു പ്രധാനപ്പെട്ട എക്സ്കവേഷനാണ് കുംബ്ള ഫോർട്ടിന്റെ എക്സ്കവേഷൻ. കുംബ്ള ഫോർട്ട് നായക പീരീഡിലെ നായക രാജാക്കന്മാർ നിർമ്മിച്ചു എന്ന് പറയപ്പെടുന്ന കോട്ടയാണ്. ഈ കോട്ടയിൽ പ്രധാനപ്പെട്ട 2 കണ്ടെത്തലുകൾ ഉണ്ടായി. അതിലൊന്നാണ് വെടിമരുന്ന് നിറയ്ക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളും രണ്ടാമത്തേത് ത്തിന്റെ വെടിയുണ്ടകൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള അച്ചും വെടിയുണ്ടകളും. ഈ കോട്ടയിൽ പ്രധാനപ്പെട്ട മറ്റൊരു കണ്ടെത്തലാണ് അവിടെ ഒരു പാലസിന്റെ വോള് നമുക്ക് കണ്ടെത്താനായിട്ട് കഴിഞ്ഞു. ഈ ബോക്സിൽ ഇപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ വിഴിഞ്ഞം എന്ന് പറയുന്ന സൈറ്റിൽ നിന്നുള്ള മാരിടൈം ട്രേഡിനെ കാണിക്കുന്ന തെളിവുകളാണ്. അതിൻ്റെ അകത്ത് മെയിനായിട്ട് ടോർപിഡോ ജാർസിൻ്റെ പാർട്ടുകൾ വരുന്നുണ്ട്, ടർക്വൈസ് ഗ്ലേസ്ഡ് ബോട്ടിൽസ് വരുന്നുണ്ട്, റൗലറ്റഡ് വെയർസ് വരുന്നുണ്ട്. ഇത് മെയിനായിട്ട് ലിക്വിഡുകൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരുന്ന സാധനമാണ്. ഈ ശിവലിംഗം വിഴിഞ്ഞത്തിൽ നിന്ന് ലഭിച്ചതാണ്. വിഴിഞ്ഞം പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് ഡിപ്പാർട്ട്മെന്റ് അവിടെ എക്സ്കവേഷനും അതുപോലെ തന്നെ എക്സ്പ്ലോറേഷൻസും നടത്തിയിട്ടുണ്ട്. കേരളത്തിന്റെ മഹാശിലാ സംസ്കാരത്തിന്റെ ഭാഗമായുള്ള ബറിയൽസിൽ നിന്നുള്ള ഇരുമ്പ് ആയുധങ്ങളാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ഈ ഇരുമ്പ് ഉരുക്കുമ്പോൾ ഉണ്ടാകുന്ന വേസ്റ്റും ഉരുക്കുന്ന ക്രൂസിബിളുമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ ഒരു പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന പല പ്രേക്ഷകർക്കും ഈ ഒരു മ്യൂസിയം വന്ന് കാണാനൊരു ആഗ്രഹം തോന്നിയിട്ടുണ്ടാവും. അങ്ങനെ ആഗ്രഹം തോന്നുന്ന പ്രേക്ഷകർക്ക് മ്യൂസിയം കാണണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഈ മ്യൂസിയം കാണാൻ ആഗ്രഹിക്കുന്ന ആർക്കും, പ്രത്യേകിച്ചും സ്റ്റുഡൻ്റ് ആകട്ടെ പബ്ലിക് ആവട്ടെ, ആർക്കും ഇവിടെ വരാം. എല്ലാ വർക്കിംഗ് ഡേയ്സിലും ഇതിവിടെ കാണാനായിട്ട് അവൈലബിൾ ആണ്. ഈ മ്യൂസിയം റൺ ചെയ്യുന്നതിനായിട്ടുള്ള ആവശ്യമായിട്ടുള്ള സ്റ്റാഫ് നമുക്കില്ലെങ്കിലും നമ്മൾ ഫാക്കൽറ്റി മെമ്പേഴ്സും അതുപോലെ റിസർച്ച് സ്റ്റുഡൻസും റിസർച്ച് അസിസ്റ്റൻസും ഒക്കെ ഇവിടെ വിസിറ്റേഴ്സിനെ എൻഗേജ് ചെയ്യാറുണ്ട്. അതുപോലെ നമുക്കിവിടെ ടെക്സ്റ്റലായിട്ടുള്ള ഡിസ്പ്ലേ പൊതുവെ കുറവാണ്. അതിനെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് നമുക്കിവിടെ കൂടുതലായിട്ടും QR കോഡ് വെച്ചിട്ടുള്ള ഡിസ്പ്ലേ ബോർഡുകളുണ്ട്. ആ QR കോഡ് സ്കാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചിട്ടുള്ള വിശദ വിവരങ്ങൾ ഒരു വിസിറ്ററിന് ഈസി ആയിട്ട് കാണാവുന്നതാണ്. പ്രത്യേകിച്ചും ഈ QR കോഡ് ഇവിടെ ചെയ്തിട്ടുള്ളത് മുഹസീൻ എന്ന് പറയുന്ന നമ്മുടെ തന്നെ PhD സ്റ്റുഡൻറ്റിൻ്റെ ഒരു വർക്കാണ് ഈ QR കോഡ് ബേസ്ഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ സിസ്റ്റം. നമ്മുടെ ഈ മ്യൂസിയം കുറച്ചുകൂടി ഒന്ന് ഇൻറ്ററാക്റ്റീവ് ആക്കാൻ വേണ്ടി ഇതൊരു ഡിജിറ്റൽ മ്യൂസിയം ആയിട്ടാണ് കൺസീവ് ചെയ്തിട്ടുള്ളത്. അതായത് ഇവിടെയുള്ള ഓരോ ഷോ കേസിലും ഒരു QR കോഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഓരോ ആർട്ടിഫാക്ട്സിനും ആയിട്ട്. അപ്പോൾ നമുക്ക് ഒരു ആർട്ടിഫാക്റ്റിനെ കുറിച്ച് കൂടുതൽ വിവരം അറിയുന്നെങ്കിൽ ആ QR കോഡ് സ്കാൻ ചെയ്താൽ നമ്മുടെ ഫോണിൽ QR കോഡ് സ്കാൻ ചെയ്യുമ്പോഴത്തേക്ക് അതൊരു വെബ്സൈറ്റിലോട്ടാണ് പോകുന്നത്. ആ വെബ്സൈറ്റിൽ ആ ആർട്ടിഫാക്ട്സിനെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങളുണ്ടാകും, അതിനെക്കുറിച്ചുള്ള പബ്ലിക്കേഷൻ ഉണ്ടാകും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇതൊരു ഹാരപ്പൻ ബറിയലാണ്. അപ്പോൾ ഈ ബറിയലിൻ്റെ നമ്മുടെ ഫോൺ ഉപയോഗിച്ച് ഈ ബറിയലുള്ള QR കോഡ് സ്കാൻ ചെയ്യുകയാണെങ്കിൽ അത് എങ്ങനെയാണ് എക്സ്കവേറ്റ് ചെയ്തെടുത്തതെന്നുള്ള ഒരു വീഡിയോ അതിൻ്റെ അകത്തുണ്ട്. അതുകൂടാതെ ഈ ബറിയലിനെ കുറിച്ചുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള അനാലിസിസ്, അതിനെക്കുറിച്ചുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ എന്നിവ നമുക്ക് അതിൻ്റെ അകത്ത് കിട്ടും. ഇത് കൂടാതെ തന്നെ ഈ മ്യൂസിയത്തിലുള്ള ആർട്ടിഫാക്ട്സിനെ കുറിച്ചുള്ള പബ്ലിഷ്ഡ് ആർട്ടിക്കിൾസ്, ജേർണൽസ് തുടങ്ങിയുള്ള കൂടുതൽ വിവരങ്ങൾ കിട്ടാനും നമുക്ക് ഈ വെബ്സൈറ്റ് ഉപയോഗിക്കാൻ പറ്റും. ഈ ഒരു പ്രോഗ്രാം കണ്ടതിന് ശേഷം ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ആർക്കിയോളജിയുടെ ആർക്കിയോളജി മ്യൂസിയം സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇവിടെ വരാവുന്നു. ഇവിടുത്തെ വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടുത്തെ ഓരോ കാര്യങ്ങളും വളരെ വിശദമായി പറഞ്ഞു തരും. ആർക്കിയോളജി മ്യൂസിയം കൂടാതെ ആർക്കിയോളജി സംബന്ധമായി നിങ്ങൾക്ക് അറിയേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. അതും നിങ്ങൾക്കിവിടെ എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു പ്രോഗ്രാം നിങ്ങൾക്ക് വളരെയധികം വിജ്ഞാനപ്രദമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡ് വീണ്ടും കാണാം. ബൈ.